ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ അസറ്റോ നോൺ ഫൈനാൻഷ്യൽ അസറ്റോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ FAA അതായത് ഫോറിൻ അസറ്റ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമായിരുന്നു. എന്നാൽ 2024 യൂണിയൻ ബഡ്ജറ്റിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റുകൾ, അതായത് റിയൽ എസ്റ്റേറ്റ് ഒഴിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളോ ഇൻവെസ്റ്റ്മെൻറ്റുകളോ 20 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ, അതേപോലെയുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങളെ പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് മണി ആക്ട് 2015 അനുസരിച്ചിട്ട് നിങ്ങൾ 10 ലക്ഷം രൂപ വരെയും പെനാൽറ്റി കൊടുക്കാൻ ബാധ്യസ്ഥരായിരുന്നു. എന്നാൽ 2024 ബഡ്ജറ്റിൽ ഇതിന് മാറ്റം വരുത്തുകയും 20 ലക്ഷം വരെ ഉള്ള റിയൽ എസ്റ്റേറ്റ് ഒഴിച്ചിട്ടുള്ള അസറ്റുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾ പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല.